ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണെ ഒന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ മാത്തുപ്പാപ്പ വീട്ടിൽ നമുക്ക് ചോദിക്കാം എന്നാ പരിപാടി മാത്തുവനെ? വിനായകനെ പണിതറി കേട്ടോ വന്നാ. എന്നിട്ടോ നമ്മളെ വീട്ടുകാരെ വെയിറ്റ് ചെയ്തിരിക്കുക. ആണോ? പള്ളിയിൽ പോയി കാര്യം പോരുമെന്ന് പറഞ്ഞു. ആണോ? നമ്മുടെ പെണ്ണെന്തി? പെണ്ണാണ് അവിടെ പുള്ളി നിന്നോണ്ടിരിക്കുന്നത്. നമ്മുടെ പെണ്ണ് ഇവിടെ ഒപ്പം ഉണ്ട്. പെണ്ണിനെ മേയാൻ വിട്ടിരിക്കാന്നാണ് പറഞ്ഞത്. വന്നപ്പോഴേ നമ്മളെ വിളിക്കുന്നുണ്ട് പെണ്ണ്. എന്നാത്തിനാന്നറിയത്തില്ല. നമ്മുടെ ഇക്രു ഇവിടെ ഉണ്ട്. ഇക്രു പെണ്ണിനെ നോക്കി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊക്കച്ചനെ പിടിച്ചിപ്പോണ്ടേ. കൊക്കച്ച എന്നാ ഇന്ന് പന വെട്ടി തകർക്കൂ? ഇത് എന്നാ ഇത് മൊത്തം ഇതാണല്ലോ. ഇതെവിടെ കിട്ടി? ആണോ? അപ്പോൾ എല്ലാവരുടെ പറമ്പിൽ നിന്ന് റംബൂട്ടാനൊക്കെ പറിച്ച് വീട് നിന്നോണ്ടിരിക്കുകയാണ് നമ്മുടെ കൊക്കച്ചൻ. ഒത്തിരിയേറെ ഇട വന്നിട്ട് ഒരു അരമണിക്കൂർ വീട്ടുകാരങ്ങോട്ട് പോയേക്കോ, പള്ളിയിൽ പോയേക്കോ. നോക്കിയിരിക്കുക വരും ഇപ്പോൾ. അതാണ് നീ വഴി തന്നെ നിൽക്കുന്നത്, അങ്ങോട്ട് നോക്കി. ആനെ നോക്കിയിരിക്കുമല്ലേ, ആൾക്കാരൊക്കെ പോകുന്നില്ലേ. പെണ്ണ് പുല്ലൊക്കെ തിന്ന് മടുത്തെന്ന് തോന്നുന്നു. ഇതെല്ലാം ഈ വഴി മേഞ്ഞ് അങ്ങ് പോയതാണോ? അതെ അതെ. വിനായന് വനകയറ്റം വന്നാണോ? വിനായന് വനകയറ്റിയേക്കാം. അടിപൊളി. ഇപ്പം ഇങ്ങനെ ഫ്രണ്ട് കയറ്റിട്ടു. അപ്പോൾ നമ്മുടെ പെണ്ണുമായിട്ട് നമുക്ക് നേരെ പന നയിക്കുന്ന പറമ്പിലോട്ട് അങ്ങ് പോവാം. ഇതുണ്ട്, ഇത് മൊത്തം പനന്തോട്ടമാണെന്ന് തോന്നുന്നു അല്ലേ? ഇതിൻ്റെ അതൊന്നാന്ന് തോന്നുന്നു പനങ്കി വെട്ടുന്നല്ലേ? പനങ്കിയല്ലേ, പനന്തടിയല്ലേ? നിങ്ങളുടെ സ്വന്തം പറമ്പാ അല്ലേ? ഫുള്ള് പന കേട്ടോ ഇതിൻ്റെ അകത്ത്. ഫുള്ള് പനയാണ്. പിന്നെ ആനയെ കെട്ടാനായിട്ടുള്ള സംവിധാനത്തിന് ഓസൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കാനുള്ള സംവിധാനത്തിനാണ്. എല്ലാ സംവിധാനം ഉണ്ടല്ലേ? പൂർണ്ണ സാഹചര്യം. എങ്ങനെ മിഷമാലിലാണോ മാത്തി പടത്തുന്നത്? വേണ്ടേ മാറി നിൽക്കുന്നത്? ഓ മഴയല്ലേ, കയറി കയറിയിടൊന്നും വേണ്ടേ? എന്തിന് കടത്ത് വിടുക. ആദ്യം ഏതാ മാറ്റി പെടുത്തുന്നത്? മൊത്തം മനയല്ലേ? തീരെ പൊട്ടായാലേ തീരെ നിൽക്കുന്ന ആനയല്ലേ, നോവൊക്കെ അടിച്ച് പിന്നെ നമുക്ക് പണിയെടുക്കാൻ നോക്കുവരാ. ആന കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുവരാ. അതുകൊണ്ട് അത്യാവശ്യം മൂപ്പുള്ള പന. പെണ്ണ് കുറുങ്ങി വരുന്നുണ്ടല്ലോ പാപ്പാൻ്റെ അടുത്തോട്ട്. അതങ്ങനെയാ. എന്താ ഇവിടെ കാര്യങ്ങളൊക്കെയാ ചോദിക്കുന്നത്. പുതിയ ഒരാൾ വന്നില്ല. ആരാ? ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാ കേട്ടോ കുഞ്ഞിപ്പെണ്ണെ. അപ്പോൾ നമ്മുടെ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞു? മനു. ചേട്ടൻ തന്നെയാണോ മിഷൻ മാളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ആനയോടുള്ള ഇഷ്ടം കൊണ്ട് പോരുകയല്ലേ ആനയോട്. ഇപ്പൊ എത്ര നാളായി നമ്മുടെ ബാബുസാറിന് വേണ്ടി? 10-15 കൊല്ലായി. ആണല്ലേ? ഇത് കൂടെ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? വണ്ടി ഓടിക്കുക, വേറെ പരിപാടി ആണോ? ഒന്ന് നോക്കട്ടെ. അപ്പോൾ ആദ്യത്തെ പാനിക്ക് നമ്മൾ മട വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മൈച്ചേട്ടൻ തന്നെ ആദ്യത്തെ പാനിക്ക് വേണ്ട മട വെക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ആനയെക്കൊണ്ട് തന്നെ തള്ളിക്കുന്ന കാരണം ഓവറായിട്ടുള്ള മടയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വരഞ്ഞു വിട്ടാൽ മതി ആളിന്. ആന തള്ളി താഴെ ഇട്ടോളും കറക്റ്റായിട്ട്. അപ്പോൾ നമ്മുടെ പനയുടെ മടയൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മുടെ മനിച്ചേട്ടൻ ഇനിയിപ്പം നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് പന തള്ളിയിടാൻ വേണ്ടി പോവാണ്.
ഇവിടെ വാ. ഇതാ ഇത് നോക്ക്. എടുക്കാൻ പറ്റുമോ? ചെല്ലി എന്നെടുക്കണോ അല്ലേ ഇപ്പം തെളിയാണ്. ചേട്ടനോട് സ്നേഹമുള്ള അനിയത്തി പെണ്ണ്. അപ്പോൾ നമ്മളെ കുഞ്ഞിപ്പെണ്ണ് പന തള്ളിയിടാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ പന വീണ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് മുറിയിടണം വേണം വലിച്ച് മേലോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മൾ അബി വേണ്ട പനയ്ക്ക് കയറൊക്കെ ഇട്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിയിലോട്ട് കൊടുക്കുന്നുണ്ട്. മാധുപാപ്പാനാണ് ഓപ്പറേറ്റർ. പിന്നെ നമ്മുടെ പെണ്ണിനെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാനുള്ളൊരു കഴിവുള്ള കാരണം ആദ്യത്തെ ഒരു വഴിയും തെളിച്ചു കൊടുത്താൽ മതി, പിന്നെ ബാക്കി എല്ലാം അങ്ങ് തന്നെ പൊക്കോളും. നമ്മുടെ ആനയ്ക്ക് പോകാനുള്ള വഴിയൊക്കെ നമ്മൾ അബി വെട്ടി തെളിച്ച് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഉണ്ടോ? അതാണ് ചപ്പ വഴി കിടന്നില്ല. അപ്പം ആ മണ്ട അടിച്ചത് മണ്ടോട്ട് മതിയല്ലോ. കൈ നമുക്ക് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വേണ്ട വെട്ടിയിട്ട പന നല്ല അടിപൊളിയായിട്ട് വലിച്ച് മേലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ പണിയുന്ന ആനകൾക്ക് നല്ലതാണ്. വെറുതെ നിന്ന് മുഷിയാതെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നടക്കുക, അല്ലെങ്കിൽ ഇതുപോലെ 2 ലക്ഷം പാനയോ 2 ലക്ഷം തടിയൊക്കെ വലിക്കുന്നത് നല്ലതാണ് ആനയ്ക്ക്. എല്ലാം പനകളാണ് കേട്ടോ, ഫുള്ള് പനയാണ് ഇവിടെ. കൈ അടിക്കട്ടെ. മുറിക്കാൻ പോകണ്ടോ? മുറിക്കാൻ പോകണം. അതിന് പോകണ്ടിരുന്നേ അവരൊക്കെ ശ്രദ്ധിക്കുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പന വലിച്ച് നമ്മൾ മേളിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ആശാൻ വേണ്ടേ തല മുറിക്കാൻ വേണ്ടി പോവാണ്. അപ്പം അവരവിടെ പനയൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കിട്ടിയ സമയത്ത് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കണ്ട് ഇവിടെ നിന്ന് വള്ളിയും പോച്ചയൊക്കെ പറിച്ച് നിന്ന് റിലാക്സ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ റെസ്റ്റ്. നമ്മുടെ തലയിലെ കൈയൊക്കെ നമ്മളെ അഭിമാനെടുത്ത് മാറ്റി മാറ്റി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവനെ കൈയെല്ലാവരും മൊത്തം മാറ്റുമോ? കൈ മൊത്തം മാറ്റി തുടങ്ങി. കൈ നമുക്ക് തടി വിനായകൻ ആണ്. നമ്മൾ അബി അവിടുന്ന് കൈയൊക്കെ വെട്ടി മാറ്റിയ സമയം കൊണ്ട് അതിന് തലയ്ക്ക് മുറി ഇട്ടു. ഇനി ആ തലമുറി വലിച്ചങ്ങോട്ട് കയറ്റി മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ട് വേണം അടുത്ത പന പെടുത്താൻ വേണ്ടി പോകാൻ വേണ്ടി. അപ്പം അതിനുള്ള പരിപാടിയാണ് നമ്മുടെ പാപ്പാനും കുഞ്ഞിപ്പെണ്ണും കൂടി. ആദ്യത്തെ തടി പനന്തടി നമ്മുടെ മേളിൽ ചെന്നു. രണ്ടാമത്തെ തടി വെട്ടാൻ വേണ്ടി പോവാണ്.
രണ്ടാമത്തെ പനയ്ക്ക് മട വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാടിൻ്റെ അകത്തൂടെയൊക്കെ അപ്പോൾ ഉള്ള ഇടയിൽ കൂടെ ഒക്കെ കയറി വട്ടം കറങ്ങിയതുകൊണ്ട് അടുത്ത രണ്ടാമത്തെ പനയ്ക്ക് മുഹം വെക്കാൻ വേണ്ടി പോവാണ്. രണ്ടാമത്തെ പന തള്ളിയിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പന അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് തള്ളി നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് താഴെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യണം. പന കൊടുക്കണം, അത് വലിച്ചുകൊണ്ട് മേലോട്ട് പോകണം. അപ്പം പനയൊക്കെ തള്ളിയിട്ടിട്ട് കുഞ്ഞിപ്പെട്ട് വെറുതെ തള്ളിയിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിഷൻമാളിൻ്റെ ഓപ്പറേറ്റർ നമ്മുടെ മനിച്ചേട്ടൻ നേണ്ട മിഷൻമാളായിട്ട് നേരെ അതിന് തല മുറിച്ചിടാൻ വേണ്ടി പോവാണ്. തല മുറിച്ചിട്ട് കഴിഞ്ഞാൽ നേരെ തടിയായിട്ട് കുഞ്ഞിപ്പെണ്ണങ്ങ് നേരെ മേലേക്ക് പൊക്കോളും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അഭിതേണ്ട പനയുടെ തലയ്ക്ക് കയറിട്ട് കൊടുക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞ പെട്ടതാ. അതിനിടയ്ക്ക് നമ്മുടെ കൊക്ക് വേണ്ട റംബൂട്ടാനൊക്കെ പറിച്ചിട്ടുണ്ട്. ഇപ്പം അവിടെ പാത്ത് വരുന്നുണ്ട്. ഇതിനാണെങ്കിൽ ഇന്നത്തെ പണിയുടെ ക്ഷീണം വന്നോ അവിടെ അവിടെ ഉപ്പിൻ്റെ കലപ്പുകളാണ്. നമ്മൾ രണ്ട് പനയും മേളിൽ വന്നിട്ടുണ്ട്. ആനെ കാണാൻ വേണ്ടി ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ആണോ? ഇപ്പം നമ്മൾ നിലവിൽ രണ്ട് പനമെടുത്ത് രണ്ട് പേരുടെയും പരിപാടികളൊക്കെ കഴിഞ്ഞു. പന മേളി വന്നു. ഇനിയിപ്പം അടുത്ത മൂന്നാമത്തെ പനമെടുത്താൻ വേണ്ടി നേരെ കുഞ്ഞിപ്പെണ്ണായിട്ട് താഴോട്ട് പോവാണ്. അതെ എന്നാ ചെയ്യണോ വേറെ സാധനം തിരിച്ച് എവിടെ കെട്ടിയേക്കണെന്നാ പറഞ്ഞത്. ഇവിടെ കെട്ടിയേക്കരുത്, വേറെ ഒരിടത്തും കൊണ്ട് കെട്ടിക്കണം. സാധനം കൊണ്ടുപോക്കും, വേറെ ഒരിടത്തും കൊണ്ട് കെട്ടിക്കണം പറഞ്ഞു. ഇവിടെ നേരെ തിരിച്ചാ ഒരു ആൾക്കാരെ വരെ നിർത്തിയിരിക്കും ആനയെ കാണാൻ വേണ്ടി. എങ്ങനെയുണ്ട് ഇതേ മനു അരി കൊടുക്കുന്നത് കേട്ടോ. ചേച്ചി എന്നാലും പല കൊടുക്കാം. ഉള്ളിൽ എന്നാ പരിപാടി കേട്ടോ. എത്രാമത്തെ പന കൃപണേ? മൂന്നാമത്തെ കുഞ്ഞം. നമുക്ക് മുഴുവൻ പെടുത്തണ്ടേ വാളപാട് വേണ ഒരു സമയമില്ല ഞങ്ങൾക്ക്. നമുക്ക് പരിപാടി ചേർത്തിട്ട് അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ പനയും വീണു. അതിൻ്റെ മൂന്നാമത്തെ പനയായിട്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്നെ കാണാൻ പമ്പക്കാരക്കാരെല്ലാം വിളിക്കുന്നുണ്ട്. വിളിക്കുന്നുണ്ടോ? എന്റെ ഫോട്ടോ നിർത്തും. ഞാൻ എന്നാൽ നിങ്ങളുടെ അവരുടെ യൂട്യൂബിലൊക്കെ നമ്മളുണ്ടായിരുന്നു. അങ്ങനെ കുഴപ്പമില്ല. ചങ്ങനാശ്ശേരിക്കാരൻ ആനപ്രേമികളില്ലേ? ആണോ? ഇത് ആനപ്രേമി കേട്ടോ. ആന കാണാൻ വേണ്ടി വന്നാ, ആന തടി കെട്ടുന്ന കാണാൻ വേണ്ടി വന്നാ. ഇതേണ്ട ആനപ്രേമി എന്റെ പറമ്പിൽ കേട്ടിട്ട്. അങ്ങനെ നമ്മൾ 4 പന കിടത്തി കേട്ടോ. അങ്ങനെ നമ്മളെ നാലാമത്തെ പനയും നമ്മുടെ കുഞ്ഞിപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ
അപ്പോൾ ഇനി ഈ കൊണ്ടുവന്ന പനന്തടികളെല്ലാം മുറിയിട്ട് നേരെ വണ്ടിയിലോട്ട് കയറ്റാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ പനന്തടിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വലിച്ചുവെപ്പെല്ലാം കഴിഞ്ഞു. അടുത്ത പരിപാടി എന്നാ മധു? അടുത്ത പരിപാടി പന ലോഡ് ചെയ്യുക. ആ പന തന്നെയല്ല, പനങ്കയുണ്ട്, പിന്നെ ആണെങ്കിൽ പുല്ല് കൊടുക്കും, വാഴപ്പിണ്ടി. നമ്മൾ ആവശ്യത്തിന് മാത്രമേ വെട്ടത്തുള്ളൂ തോന്നുന്നല്ലേ? നമ്മൾ കണ്ടവാനം വെട്ടിയിട്ട് കഴിഞ്ഞാൽ ചീഞ്ഞ് പോകും. ചീഞ്ഞു പോകും, മഴ സമയം കൂടി ആണ്ടല്ലേ? തടി ചീഞ്ഞ് പോകും. തടി ചീഞ്ഞു പോകും. അപ്പോൾ ആവശ്യമുള്ള വെട്ടി ഇതിപ്പോൾ 2-3 സൈക്കിൾ തീറ്റുണ്ടോ? നാളെ വെട്ടിയിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മുടെ ആനപ്രേമിയായിട്ടുള്ള ചേച്ചി നമുക്ക് കടുങ്കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചേച്ചിയുടെ പറമ്പിൽ നിന്നാണ് നമ്മൾ പന വെട്ടുന്നതും. അപ്പോൾ നമ്മുടെ പനന്തടി കയറ്റാനുള്ള വണ്ടി സെറ്റായിട്ടുണ്ട്. അങ്ങനെ കയറ്റുമല്ലേ? 3-4 പന വെടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മിഷന്മാരിലെ ഇന്ധനം കഴിഞ്ഞു. അപ്പോൾ ഇന്ധനം ഒഴിക്കുകയാണ് നമ്മുടെ പനിക്കാരൻ. ഇനിയും അടുത്തതിന് ഇതെല്ലാം മുറിയിടണം. നമ്മൾ വണ്ടിയെ കയറ്റാൻ പാകത്തിന് മുറിയിടണം. അതാണ് അടുത്ത പരിപാടി. ഒരു ചെറിയ കയറ് പോയാലേ ഈ 10 ദിവസം അപ്പോൾ കൊമ്പില്ലാത്ത ആനകളൊക്കെ വേണ്ട ഇങ്ങനെയാണ് കേട്ടോ. തടിയും പട്ടയും എല്ലാം എടുക്കുന്നത് കേട്ടോ. കടിച്ചെടുക്കും ആനകൾ. ആനയ്ക്ക് വായിക്കുള്ള തടികളെല്ലാം ആന കടിച്ചെടുക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ കുഞ്ഞിപ്പെണ്ണാണ് അങ്ങനെ കടിച്ചെടുത്തോണ്ടാണ് വണ്ടിയിൽ കയറ്റാൻ വേണ്ടി വരുന്നത്. രണ്ട് കാല് മാറ്റുവാണെങ്കിൽ വണ്ടി ഒന്നും വരില്ല. വണ്ടി ഇറങ്ങി മറിച്ച് നോക്കണം. അതിന് മറുപടി ഇട്ടാ ഇവിടെ പോയി വരൂ ഓരോ വരിടാൻ പറഞ്ഞിട്ട് ഇവിടെ 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 ഇവിടെ
അതിനൊരു തലയാട്ടം അപ്പോൾ നമ്മുടെ പനന്തരയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അല്ലേ? ഫുള്ളോടെ ആശാനെ. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് പിടത്തിയ പനയെല്ലാം നല്ല വൃത്തിക്ക് വണ്ടിയെ കയറ്റി നമ്മുടെ ചേട്ടൻ പുള്ളിക്ക് വേണ്ടി വിട്ടിട്ടുണ്ട്. ഈ പെങ്ങന്മാരായ ഇങ്ങനെ വേണം, എന്തിലേക്ക് സഹായങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ അവരേതായാലും വണ്ടി എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ ആനയടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ അവർ തടി കയറ്റി പോയി. ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് കെട്ടണം, കയറ്റി കൊടുക്കണം. അതൊക്കെയാണ് ബാക്കിയുള്ള പരിപാടികൾ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെയുള്ള ഇന്നത്തെ ദിവസം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.